നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ LP UPയിലെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡേ 1 എന്ന് പറഞ്ഞിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇനി നമ്മൾ ബാക്കി അടുത്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആരാണെന്ന്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. VR കൃഷ്ണൻ എഴുത്തച്ഛൻ, B പനമ്പള്ളി ഗോവിന്ദമേനോൻ, C K കരുണാകരൻ, D K കുമാർ. ഏതായിരിക്കും ആൻസർ? ആൻസർ A ആണ്, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അപ്പോൾ നമുക്കിനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്നായിരിക്കും ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത്? അതായത് 1941 ജനുവരി 26 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത്. എന്നാണ് 1941 ജനുവരി 26. ഇനി ആരൊക്കെ ചേർന്നാണ് ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത്? S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ. ആരൊക്കെയാണ്? S നീലകണ്ഠ അയ്യറും VR കൃഷ്ണൻ എഴുത്തച്ഛനും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരുന്നത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആരാണെന്ന്. അതിനകത്ത് ഓപ്ഷനിൽ VR കൃഷ്ണൻ എഴുത്തച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരും കൂടി ഉണ്ട്? S നീലകണ്ഠ അയ്യറും കൂടി ഉണ്ട്. അപ്പോൾ S നീലകണ്ഠ അയ്യറും അതുപോലെ തന്നെ VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ ചേർന്നാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ. ഓർത്തിരിക്കുക കേട്ടോ. ഇനി പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ. ആരൊക്കെയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രധാന നേതാക്കൾ? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, കൊച്ചി രാജ്യത്തിലെ ഇക്കണ്ട പനമ്പള്ളി അയ്യപ്പൻ. ഏതാണ്? ഇക്കണ്ട പനമ്പള്ളി അയ്യപ്പൻ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടി ഓർത്തിരിക്കാം കേട്ടോ. ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനാണ് AFW ഡിക്സൺ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാന്റെ പേരാണ് AFW ഡിക്സൺ. പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിലും അവസാന വാർഷിക സമ്മേളനം നടന്നത് തൃശ്ശൂരുമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യം നടന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ്. അവിടെ തന്നെയാണല്ലോ നമ്മുടെ തൃശ്ശൂർ. പ്രജാമണ്ഡലത്തിൻ്റെ അവസാന വാർഷികം നടന്നത് തൃശ്ശൂരാണ്. അത് രണ്ടും ഓർത്തിരിക്കാം. 1948 ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല സഭ നിലവിൽ വന്നു. നോക്കിക്കേ, 1948 ഇക്കണ്ട വാര്യർ ആരായിരുന്നു? പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നു. 1948 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം INCയിൽ ലയിച്ചു. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരു സംഘടന ഏതാണ്? കൊച്ചിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഏത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. എന്നാണ് രൂപീകൃതമായത്? 1941 ജനുവരി 26. ഇനി ആരൊക്കെ കൂടിയാണ് ഇത് സ്ഥാപിച്ചത്? ഒന്നാമത്തെ ആള് S നീലകണ്ഠ അയ്യർ, രണ്ടാമത്തെ ആളാരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ആരൊക്കെയായിരുന്നു നേതാക്കൾ? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ. കൊച്ചി രാജ്യത്തിലെ ഇക്കണ്ട പനമ്പള്ളി അയ്യപ്പൻ. ഓക്കെ, ഇനി ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാനായിട്ട് ഉത്തരവിറക്കിയ ദിവാൻ ആരായിരുന്നു? AFW ഡിക്സൺ. പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷികം നടന്നത് ഇരിങ്ങാലക്കുടയിലും അതുപോലെ തന്നെ അവസാന വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? തൃശ്ശൂരുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതായത് INCയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയാണ് ആദ്യത്തെ പ്രസിഡന്റ് AO ഹ്യൂമാണെന്ന്. രണ്ടാമത്തെ പ്രസ്താവന 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. 3 മുംബൈയിൽ വച്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത്. 4 കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു.
അപ്പോൾ കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകളെന്ന്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 1 and 3, ബി 3 and 4, സി 1 and 4, ഡി 2 and 3. ആൻസർ ഏതായിരിക്കും ശരി? ആൻസർ 3ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ് 2ഉം 3ഉം? രണ്ടാമത്തെ 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. പിന്നെയോ മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ നമ്മൾ അറിയാം നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ പഠിക്കാനായിട്ട്. പഠിക്കുന്ന ആ ഒരു ടോപ്പിക്, അതായത് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സുമായിട്ട് അതിന് INC കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ അറിഞ്ഞിരിക്കണം. എങ്കിലാണ് ഇത് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? A.O. ഹ്യൂം എന്നാണ് കൊടുത്തത്. ആദ്യത്തെ പ്രസിഡന്റ് A.O. ഹ്യൂം ആണോ? അല്ല. A.O. ഹ്യൂം ആരായിരുന്നു? സ്ഥാപകനാണ്. അതായത് INCയുടെ പിതാവാണ് ആര്? A.O. ഹ്യൂം. അപ്പോൾ നമുക്ക് INC കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ INC എന്നാണ് രൂപീകൃതമായെന്ന് നമ്മൾ പറഞ്ഞത്? 1885 ഡിസംബർ 28-നാണ് INC ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. എന്നാണ് 1885 ഡിസംബർ 28. എവിടെ വെച്ചായിരുന്നു രൂപീകൃതമായത്? മുംബൈയിൽ വെച്ചാണ് രൂപീകൃതമായത്. ആദ്യം സമ്മേളനം നടത്താനായിട്ട് ഉദ്ദേശിച്ച സ്ഥലം പൂനെ ആയിരുന്നു. പൂനെയിൽ പ്ലേഗ് കാരണമാണ് എവിടേക്ക് മാറ്റിയത്? മുംബൈയിലേക്ക് മാറ്റിയത്. അപ്പം അത് ഓർത്തിരിക്കുക. INC രൂപീകൃതമായത് എന്താണ്? 1885 ഡിസംബർ 28-നാണ്. എവിടെയാണ് സമ്മേളനം ആദ്യം നടന്നത്? ബോംബെയിലാണ്. ആദ്യം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം എവിടെയായിരുന്നു? പൂനെ ആയിരുന്നു. അവിടെ പ്ലേഗ് എന്ന മഹാമാരി കാരണം എവിടേക്ക് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. ഇനി INCയുടെ പിതാവ് ആരാണ്? A.O. ഹ്യൂമാണ്. അദ്ദേഹം തന്നെയാണ് സെക്രട്ടറി. ആദ്യത്തെ സെക്രട്ടറിയും പിതാവും ആര് തന്നെയാണ്? A.O. ഹ്യൂമാണ്. ഇനി സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് ഏത്? സുരക്ഷാ വാൽവ് സിദ്ധാന്തം. അപ്പോൾ എവിടെയെങ്കിലും സുരക്ഷാ വാൽവ് സിദ്ധാന്തം കണ്ടാൽ എപ്പോൾ അത് ഓർത്തോളണം നമ്മൾ? INC ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് ഓർത്തോളണം. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് ഏത്? സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഇനി ഈ INCയുടെ ആദ്യ കാലനാമം, ആദ്യം INC എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. കോൺഗ്രസിന് പകരം ആരാണ് അവിടെ വന്നത്? യൂണിയൻ. ഇന്റർനാഷണൽ യൂണിയൻ എന്നാണ് ആദ്യകാലങ്ങളിൽ INC അറിയപ്പെട്ടത്. ഇനി ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന ആ ഒരു പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിയാണ് ഈ INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ്. INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇദ്ദേഹമാണ് 3 തവണ INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി. അപ്പം ഇത് 3 ഓർത്തിരിക്കുക. എന്താണ്? ആദ്യമായിട്ട് INC എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി രണ്ടാമത്തെ പ്രസിഡന്റായിരുന്നു. പിന്നെയോ 3 തവണ INCയുടെ പ്രസിഡന്റായ വ്യക്തി കൂടിയാണ് ആര്? ദാദാബായ് നവറോജി. ഇനി INC രൂപീകരണ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? INC രൂപീകരണ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ഡഫറിൻ പ്രഭു ആണ്. ആരാണ്? ഡഫറിൻ പ്രഭു. ഇനി നമ്മുടെ ഒരു മലയാളിയുണ്ട്. ഈ INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് GP പിള്ള. നമ്മുടെ പിള്ളച്ചേട്ടനാണ് INCയുടെ സമ്മേളനത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്ത മലയാളി. ആരാണ്? GP പിള്ള. ഈ സമ്മേളനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 72 പേരുണ്ടായിരുന്നു. INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്ര പേരാണ്? 72 പേര്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്ത് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറാണ്. ആരാണ്? G. സുബ്രഹ്മണ്യ അയ്യർ. INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു തന്നിരുന്നത്?
INCയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നാണ്? A.O. ഹ്യൂം എന്നാണ് തന്നിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും A.O. ഹ്യൂം എന്തിൽ വരുന്നുണ്ട്? INCയിൽ വരുന്നുണ്ടല്ലോ, നമുക്കങ്ങനെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. A.O. ഹ്യൂം ആരാണ്? പിതാവും ആദ്യ സെക്രട്ടറിയും കൂടിയായിരുന്നു. ഇനി പ്രസിഡന്റ് ആരാണ്? W.C. ബാനർജിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? W.C. ബാനർജി. രണ്ടാമത്തെ പ്രസിഡന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആരാണ് രണ്ടാമത്തെ പ്രസിഡന്റ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി 3 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി കൂടിയാണ്. അപ്പം ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജിയാണ്. INCയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. ഇദ്ദേഹമാണ് ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്. ബദറുദ്ദീൻ തിയാബ്ജിയാണ് ആദ്യ മുസ്ലിം പ്രസിഡന്റ്. INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. ഇദ്ദേഹമാണ് മൂന്നാമത്തെ പ്രസിഡന്റ്. ഇനി INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വിദേശിയാണ് ജോർജ് യൂൾ. INC പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂൾ. ഇനി അതേപോലെ തന്നെ ആദ്യ മലയാളിയും കൂടി ഉണ്ട്. ആരാണ്? INC പ്രസിഡന്റായ ആദ്യ മലയാളി? C. ശങ്കരൻ നായർ. ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ആദ്യ മലയാളിനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തി ആരാണ്? പിള്ളച്ചേട്ടനായിരുന്നു. GP പിള്ളയായിരുന്നു. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ മലയാളി ആരാണ്? ശങ്കരൻ ചേട്ടനാണ്. അപ്പോൾ പിള്ളച്ചേട്ടനും ശങ്കരൻ ചേട്ടനും മാറിപ്പോവരുത് കേട്ടോ. INC പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? C. ശങ്കരൻ നായർ. ഇനി അടുത്തത് ആദ്യ വനിതയുണ്ട്. INC പ്രസിഡന്റായ ആദ്യ വനിത ആനി ബെസന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. ആദ്യ വനിത ആരാന്ന് അവിടെ തന്നിരുന്നേ? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണോ ആദ്യ വനിത? അല്ല. INC പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആനി ബെസന്റ് ആണ്. ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. കണ്ടോ? അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഊന്നി പറയുന്നത്. INC പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആനി ബെസന്റ് ആണ്. ഇനി INC പ്രസിഡന്റ് ആദ്യ ഇന്ത്യൻ വനിത ചോദിക്കുമ്പോഴാണ് ആര് വരുന്നത്? സരോജിനി നായിഡു. ഇനി ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? W.C. ബാനർജി. പിതാവും സെക്രട്ടറിയും ആരാണ്? ഹ്യൂമാണ്. ഓക്കെ. ഇനി INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റായ വ്യക്തി കൂടിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രസിഡന്റായ ആളും കൂടിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് INC മിതവാദികളും തീവ്രവാദികളുമായിട്ട് പിരിഞ്ഞു. 1907 സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് INC എന്തായിട്ട് തിരിഞ്ഞു? മിതവാദികളും തീവ്രവാദികളുമായിട്ട് പിരിഞ്ഞു. INCയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റാണ് ഹക്കിം അജ്മൽ ഖാൻ. INCയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ഹക്കിം അജ്മൽ ഖാൻ. INCയുടെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ്. ഓർത്തിരിക്കുക, ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? W.C. ബാനർജിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആരാണെന്ന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആരാണ്? ആചാര്യ JB കൃപാലനി. അപ്പോൾ എല്ലാ പ്രസിഡന്റും കൂടി നമ്മൾക്ക് എന്താ പറയുക, അവയിൽ പരുവത്തിലാവരുത് കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഇന്ത്യക്ക്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ആചാര്യ JB കൃപാലിനി. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് പട്ടാമ്പി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം INC പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി ആരാണ്? പട്ടാമ്പി സീതാരാമയ്യ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് കൊൽക്കത്ത. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനം കൊൽക്കത്ത. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ടാഗോറാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ആരാണ്? ടാഗോറാണ്.
ഇനി ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതാണ്? കൊൽക്കത്തയാണ്. അപ്പം വന്ദേമാതരവും അതുപോലെ തന്നെ ജനഗണമനയും ആദ്യമായിട്ട് ആലപിച്ച INC സമ്മേളനം എവിടെയാണ് നടന്നത്? കൊൽക്കത്തയാണ്. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരാണി. വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? ടാഗോറാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം കൊൽക്കത്ത തന്നെയാണ്. അപ്പോൾ കൊൽക്കത്തയെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടിയായി. നമ്മുടെ വന്ദേമാതരം അതുപോലെ തന്നെ ജനഗണമന ഇതെല്ലാം ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനം എന്താണ്? എവിടെയാണ്? കൊൽക്കത്തയാണ്. അതുപോലെ തന്നെ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനം എവിടെ തന്നെയാണ്? കൊൽക്കത്തയാണ്. ഇത് ഇയേഴ്സ് എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി ഇയർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. വന്ദേമാതരം ആലപിച്ചത് ഇയർ പറയുകയാണെങ്കിൽ 1896 അതുപോലെ ജനഗണമന ആലപിച്ചത് 1911 ഗാന്ധിജി പങ്കെടുത്തത് 1901 അപ്പോൾ എല്ലാ ഡേറ്റും കൂടി നമുക്ക് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് പറയാഞ്ഞേട്ടോ. ഇനി അടുത്തത് ഗാന്ധിജി അധ്യക്ഷനായ INC സമ്മേളനമാണ് ബെൽഗാമിൽ നടന്ന സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായ സമ്മേളനം. അപ്പോൾ ഗാന്ധിജി അധ്യക്ഷനായ INC സമ്മേളനം ഏതാണ്? ബെൽഗാം. ഇനി മിതവാദികളും തീവ്രവാദികളും യോജിച്ച കോൺഗ്രസ് സമ്മേളനം ലക്നൗ. മിതവാദികളും തീവ്രവാദികളും യോജിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലക്നൗ. നമ്മൾ നേരത്തെ പറഞ്ഞൂലേ 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് INC എന്തായിട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞു? മിതവാദികളും തീവ്രവാദികളുമായിട്ട് തിരിഞ്ഞു 1907. ഇനി അതെവിടെ വെച്ചിട്ടായിരുന്നു? സൂറത്തിൽ വെച്ചിട്ടായിരുന്നു. ഇനി ഇവർ രണ്ടുപേരും കൂടി പിന്നെ ഒത്തുചേരാണ്. യോജിച്ച സമ്മേളനമാണ് എവിടെ നടന്നത്? ലക്നൗ. അപ്പം ലക്നൗവും സൂറത്തും ആലോചിക്കുക. സൂറത്ത് പിരിഞ്ഞത്, ലക്നൗ കൂടിച്ചേർന്നത് 1916. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന INC സമ്മേളനം ലാഹോർ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന INC സമ്മേളനം എവിടെയാണ്? ലാഹോറാണ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കിയ INC സമ്മേളനം കറാച്ചി. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കിയ INC സമ്മേളനം എവിടെയായിരുന്നു? കറാച്ചി. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനം അത് ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനം എവിടെയായിരുന്നു? ഫൈസ്പൂർ. ഏതാണ്? ഫൈസ്പൂർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ. അതും ഓർത്തിരിക്കേണ്ടതാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബോംബെയാണ്. എന്നാണ് നടന്നത്? 1942. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റ് ആരാണ്? ഇന്ദിരാഗാന്ധി. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? INC പ്രസിഡന്റായ ആദ്യ വനിത ആരാന്ന് പറഞ്ഞു? നമ്മൾ ആനി ബെസന്റ് ആണ്. ഇനി ആദ്യ ഇന്ത്യൻ വനിതനെ കുറിച്ചിട്ടും പറഞ്ഞു. ഏതാണ്? സരോജിനി നായിഡു ആണ്. ഇനി ഇപ്പോൾ പറയുന്നത് ആരാണെന്ന് നോക്കിക്കേ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിത INC പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ദിരാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ INC പ്രസിഡന്റ് ആയത് ആരാണ്? സോണിയാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ ആരാണ്? സോണിയാഗാന്ധിയാണ്. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കോൺഗ്രസ് പ്രസിഡന്റാണ് D. സഞ്ജീവയ്യ. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കോൺഗ്രസ് പ്രസിഡന്റാണ് D. സഞ്ജീവയ്യ. രാഹുൽ ഗാന്ധി ആദ്യമായി INC പ്രസിഡന്റായ വർഷം 2017. രാഹുൽ ഗാന്ധി ആദ്യമായി INC പ്രസിഡന്റായ വർഷം എന്നാണ്? 2017. 2022 ഒക്ടോബറിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. 2022 ഒക്ടോബറിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. ശശി തരൂരിനെ പരാജയപ്പെടുത്തിയാണ് ആര് ജയിച്ചത്? മല്ലികാർജുൻ ഖാർഗെ ജയിച്ചത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പട്ടാമ്പി സീതാരാമയ്യ. ഓർത്തിരിക്കുക, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പട്ടാമ്പി സീതാരാമയ്യ. അദ്ദേഹമാണ് ആരായിരുന്നത്? സ്വാതന്ത്ര്യത്തിന് ശേഷം INC പ്രസിഡന്റായ ആദ്യ വ്യക്തി. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഞാൻ വീണ്ടും പറയുന്നത് കൂട്ടുകാരുടെ മനസ്സിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
സ്വാതന്ത്ര്യത്തിന് ശേഷം INC പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് പട്ടാമ്പി സീതാരാമയ്യ. ഇദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരനെന്ന് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? കൊൽക്കത്ത. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കേണ്ടതാണ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ? കോൺഗ്രസ് പ്രസിഡന്റ് ആണോ ചോദിച്ചിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഗാന്ധിജി. ഭാരതരത്നം നേടിയ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. അപ്പം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ എങ്ങനെ ഓർത്തിരിക്കാം? അദ്ദേഹം നാണയത്തിലുണ്ട് ഭാരതരത്നം നേടിയതുമാണ്. അപ്പോൾ ഭാരതരത്നം നേടിയതും നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടതുമായ കോൺഗ്രസ് നേതാവ് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റാമ്പിൽ വന്നത് ആരാണ്? ഗാന്ധിജിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ന്യൂഡൽഹി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് എവിടെയായിരുന്നു? കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് ശേഷം എവിടെയായിരുന്നു? ന്യൂഡൽഹി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ INCനെ കുറിച്ചിട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. എപ്പോഴും ഓർത്തിരിക്കുക, INC രൂപീകൃതമായത് എന്നാണ്? 1885 ഡിസംബർ 26. പിതാവും സെക്രട്ടറിമാരാണ് A.O. ഹ്യൂമായിരുന്നു. ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. ഇനി 3 പ്രാവശ്യം INC പ്രസിഡന്റായ വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടതാണ്? INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ്. ഇനി INCയുടെ പഴയ പേരെന്താണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. കോൺഗ്രസിന് പകരം അവിടെ എന്ത് വന്നു? യൂണിയൻ. ഇനി ആദ്യമായിട്ട് പങ്കെടുത്ത മലയാളി ആരാണ്? GP പിള്ള. പ്രസിഡന്റ് ആരാണ്? ആദ്യ പ്രസിഡന്റ്, മലയാളി പ്രസിഡന്റ് ശങ്കരൻ ചേട്ടൻ, C ശങ്കരൻ നായർ. ഇനി INC പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്. ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് ആയത് ആരാണ്? സോണിയാഗാന്ധി. വനിത കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റായ വ്യക്തി വനിത എന്നല്ല, ഏറ്റവും കൂടുതൽ INC പ്രസിഡന്റായ വ്യക്തിയാണ്. വ്യക്തി ആരാണ്? സോണിയാഗാന്ധി. ഇനി എന്താണ് നമ്മൾ പറഞ്ഞത്? രാഹുൽ ഗാന്ധി വന്നത് എന്നാണ്? 2007 വന്നത്. ഇനി നമ്മുടെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടതും അതുപോലെ തന്നെ ഭാരതരത്നം നേടിയ കോൺഗ്രസ് നേതാവ് ആരാണ്? അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. സ്റ്റാമ്പിലാണ് നമ്മുടെ ഗാന്ധിജി വന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ സമ്മേളനം നടന്ന എവിടെയായിരുന്നു? കൊൽക്കത്തയിലും. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നടന്ന എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലുമായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. അതേപോലെ തന്നെ വേറൊരാളും കൂടി അവിടെ വിട്ടുപോയി നമ്മൾ. ആരാണ്? ഔദ്യോഗിക ചരിത്രകാരൻ ആരാണ്? പട്ടാമ്പി സീതാരാമയ്യ. അദ്ദേഹമാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഇനി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രസിഡന്റായ വ്യക്തി ആരാണ്? അബ്ദുൽ കലാം. മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹമാണ് INCയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ്. അപ്പോൾ INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹമാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ പ്രസിഡന്റ് ആയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രസിഡന്റായ വ്യക്തി ആരായിരിക്കും? സോണിയാഗാന്ധി ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാസ്നാനഘട്ടം ഉത്ഖനനം ചെയ്യപ്പെട്ട സ്ഥലം ഏതാണ്? മഹാസ്നാനഘട്ടം ഉത്ഖനനം ചെയ്യപ്പെട്ട സ്ഥലം. ഓപ്ഷൻ A ലോത്തൽ, B മോഹൻജദാരോ, C കാലിബംഗൻ, D ചാൻഹുദാരോ. ലോത്തൽ, മോഹൻജദാരോ, കാലിബംഗൻ, ചാൻഹുദാരോ. ഏതായിരിക്കും ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ B ആണ്, മോഹൻജദാരോ. അപ്പോൾ ഇത് സിന്ധു നദീതട സംസ്കാരം, അതായത് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് ആ മോഹൻജദാരോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കാം. മോഹൻജദാരോ എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ? അതായത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. എന്താണ്? പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന
സിന്ധു നദീതട പ്രദേശമാണ് ഏത്? മോഹൻജദാരോ. ഇനി സിദ്ധി ഭാഷയിൽ മോഹൻജദാരോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരിച്ചവരുടെ കുന്ന് എന്നാണ്. എന്താണ് സിദ്ധി ഭാഷയിൽ മോഹൻജദാരോ എന്ന പ്രദേശം അല്ലെങ്കിൽ മോഹൻജദാരോ അറിയപ്പെടുന്ന എന്താണ്? മരിച്ചവരുടെ കുന്ന് എന്നാണ്. ഇനി ഈ മോഹൻജദാരോയിൽ എങ്ങനെയാണ്, അതായത് ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ നദീതട കേന്ദ്രമാണ് ഏത്? മോഹൻജദാരോ. എങ്ങനെയാണ്? ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീതട കേന്ദ്രമാണ് ഏത്? മോഹൻജദാരോ. അതുപോലെ തന്നെ മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുത്ത പ്രശസ്തമായ നിർമ്മിതി ഏതായിരുന്നു? മഹാസ്നാന ഘട്ടം. അപ്പൊ മഹാസ്നാന ഘട്ടം എവിടെയാണ്? മോഹൻജദാരോ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരന്റെ പ്രതിമ എന്നിവ കണ്ടെത്തിയ സ്ഥലവും മോഹൻജദാരോ ആണ്. മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് ഏത്? ധാന്യപുര. മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം ഏതാണ്? ധാന്യപുര. ലോകത്തിലാദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചതും എവിടെ തന്നെയാണ്? മോഹൻജദാരോയിലാണ്. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം മോഹൻജദാരോ ആണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മോഹൻജദാരോനെ കുറിച്ച് പറഞ്ഞത്? മോഹൻജദാരോ എവിടെയാണ്? പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. മോഹൻജദാരോയിൽ എങ്ങനെയാണ് അവിടുത്തെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഏറ്റവും നല്ല അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടിക കൊണ്ട് പാകിയ വഴികൾ, ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി സിദ്ധി ഭാഷയിൽ എന്താണ് മോഹൻജദാരോന്റെ ആ പ്രദേശത്തിന്റെ അർത്ഥം എന്നാണെങ്കിൽ ആ പ്രദേശത്ത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മരിച്ചവരുടെ കുന്നെന്നാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരന്റെ പ്രതിമ എന്നിവയെല്ലാം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? മോഹൻജദാരോയിൽ നിന്നാണ്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ്? മോഹൻജദാരോ ആണ്. ലോകത്തിൽ ആദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചതും ഏതാണ്? മോഹൻജദാരോ ആണ്. മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം ഏതായിരുന്നു? ധാന്യപുരയായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മോഹൻജദാരോനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും താഴെ കൂട്ടുകാരുടെ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.